പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മനോരമ പത്രം, സാക്ഷാൽ കെ എം മാത്യു ജീവിച്ചിരിക്കുന്ന കാലത്ത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ട് ഒരു അപകീർത്തി കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ആ കേസിൽ ഒരു നിരപരാധി പ്രതിയാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായിട്ട് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, ജി ശക്തിധരൻ. അന്ന് അദ്ദേഹം ദേശാഭിമാനിയിൽ ജോലി ചെയ്യാണ്. മനോരമയുടെ ലെറ്റർ ഹെഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് കേസ്. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അത്തരം ആളുകളെ ഒരുപക്ഷെ DC ബുക്സിലെ ഈ കാരശ്ശേരി മാഷോട് സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. അവർ സാഹിത്യകാരന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരെ പോകുമെന്ന് വിചാരിക്കുന്നവരാണ്. പിന്നെ DC ബുക്സിൽ മാഷോട് പറഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു യുക്തിയുമില്ല. കാരണം ജയരാജന്റെ പുസ്തകം 8 മാസമൊക്കെ അട്ടത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ മാഷെ നമ്മൾ വിശ്വസിക്കുക? EP ജയരാജനെ പോലെ ആളുടെ പുസ്തകം കിട്ടിയതിന്റെ പിറ്റത്തെ ആഴ്ച DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതില് നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിറകിൽ ചരട് വലിക്കുന്ന അധികാര കേന്ദ്രമുണ്ട്. ഇപ്പൊ കൈസൻ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ഈ പറയുന്ന ഹിന്ദുവിലെ അഭിമുഖം, ഇതിന്റെ ഒക്കെ പിറകിൽ ഒരു ശക്തി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ആ ശക്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിലർ നടത്തിയിട്ടുള്ള പഴയ മലയാള മനോരമ പത്രത്തിന്റെ ലെറ്റർ ഹെഡ് വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ എത്രയോ കാലം മുമ്പ്. അപ്പൊ അതുകൊണ്ട് അവരെ ആരും കളി പഠിപ്പിക്കേണ്ട കാര്യമില്ല. ജയരാജന്റെ ആത്മകഥ അവിടെ ചെന്നിട്ടുണ്ടാവും. പക്ഷെ ജയരാജൻ പറയുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ മുഖവിലക്കെടുക്കാവുന്ന നിരവധി യുക്തികളുണ്ട്. അതുകൊണ്ട് യുക്തികളുണ്ട്, കേൾക്കുന്ന വസ്തുതകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതുവരെയും വിജയിച്ചിട്ടില്ല. അതിന്റെ ഒരു ആവശ്യക്കാരൻ ആരാണ്? സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറി EP ജയരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ പല നിലയിൽ സീനിയോറിറ്റി ഉള്ള ഒരാൾ അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളുണ്ട്. കാരണം DC-യുടെ എഡിറ്റർമാര് കാരശ്ശേരി മാഷോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും വിശ്വസനീയമല്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അതാണ് വിശ്വസനീയമാണെങ്കിൽ അവർ ഇന്ന് കേരളത്തോട് എന്തുകൊണ്ട് മിണ്ടിയില്ല? അവര് ഇന്ന് ഈ ബൈ ഇലക്ഷൻ ദിവസം അത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കും തങ്ങളുടെ സ്റ്റോറുകളിൽ. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? യുക്തിബോധം തരുമ്പെങ്കിലുള്ള ഒരു മനുഷ്യനും ഈ പറയുന്ന, അത് മാത്രമല്ല, നേരത്തെ ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് പറയാനിരുന്ന കാര്യമാണ്, ഈ പറയുന്ന EP ജയരാജന്റെ ആത്മകഥ എന്ന് പറയുന്ന സാധനം പ്രിന്റ് ചെയ്താൽ വാങ്ങിക്കാൻ ഒരാളുണ്ടാവുമോ? DC ബുക്സ് അവിടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും തങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ PDF പുറത്തുവിട്ടിട്ടുണ്ടോ? അതാണ് DC മറുപടി പറയേണ്ടത്. അതാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല അവർക്ക്. മറുപടി പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ലോകത്തെ കുട്ടികൾ, ഇപ്പോഴ് ചെറിയ കുട്ടികൾ പുസ്തകം പ്രസിദ്ധീകരിക്കണ്ടല്ലോ, അവര് പുസ്തകമൊക്കെ തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് സ്റ്റോറിലേക്ക് അയച്ചതിന് ശേഷം അതിന്റെ PDF സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഇനി EP ജയരാജൻ ഒരു ആത്മകഥ എഴുതാൻ പ്രസിദ്ധീകരിച്ചിട്ട് അത് നാട്ടുകാർ വാങ്ങിക്കാനുള്ള സ്കോപ്പ് പോലും തകർക്കപ്പെട്ടിട്ടുണ്ട്. അതാണ്.